എഴുത്തിന്റെ ലോകം തുറന്നു കൊടുക്കുന്ന ചില സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകൾക്ക്. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കടിഞ്ഞാൻ പുറം ലോകം കൽപ്പിച്ചു നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? മാഡം നേരത്തെ പറഞ്ഞ പോലെ അക്കാഡമിക് ലോകത്ത് ഈ പറഞ്ഞ പോലെ മാഡം സ്ട്രൈവ് ചെയ്ത് എത്രയും എത്തിയിട്ട് പോലും അരമണിക്കൂർ എത്തുമ്പോഴത്തേക്കും ചിറ്റെത്തുന്നു. അതുപോലെയുള്ള ഒരു ബയസ്, ജെൻഡർ ബയസ് എഴുത്തിന്റെ ലോകത്ത് ഒന്ന് സ്ത്രീ എഴുതുന്നു, സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നു, സ്ത്രീ ചിന്തകളും വാക്കുകളും ഒക്കെ ഉണ്ടാവുന്നു. ഇതിലെല്ലാത്തിലും ഉണ്ടാവുന്ന ഒരു റീഡിഫൈനിങ്, കാലങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ സമൂഹം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത്. ഒന്ന് ചേച്ചി പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താണ്, ഒരു സ്വപ്നമാണ്. മനുഷ്യൻ എന്ന രീതിയിൽ മാത്രം സ്ത്രീയെ എന്ത് ചെയ്യുക, വിലയിരുത്തുക എന്ന് പറയുന്നത് ശരിക്കും അത്രയൊക്കെ ഒരു ബുദ്ധി സമൂഹത്തിന് ഉണ്ടായി വരുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്നുണ്ടാവും എന്നും അറിയില്ല ചേച്ചി. അതെ, നടക്കാത്ത ഇനി ഒരു 100 കൊല്ലത്തേക്ക് ഒരു പക്ഷെ നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്ക് പ്രകാരം 200 വർഷം. പക്ഷെ ജെൻഡർ ന്യൂട്രാലിറ്റി ഒരു കൺസെപ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചില പ്രയോഗങ്ങളിലാണെങ്കിലും വേഷങ്ങളിലാണെങ്കിലും ഒക്കെ അറിയോ, അതിനൊരു കാര്യമുണ്ട്. ഇപ്പം ജെൻഡർ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ സ്ത്രീ പുരുഷ ഭേദം ചില കോണ്ടെക്സ്റ്റുകളിൽ വളരെ റെലവെന്റ് ആയിരിക്കും, ചില കോണ്ടെക്സ്റ്റിൽ അതിനൊരു പ്രസക്തി ഉണ്ടാവും, ചില കോണ്ടെക്സ്റ്റിൽ അതിന് യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രസക്തി ഇല്ലാത്ത കോണ്ടെക്സ്റ്റിൽ നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി വേണം എന്ന് വാദിച്ചു എന്ന് കരുതി ഈ പ്രസക്തി ഉള്ള കോണ്ടെക്സ്റ്റില് വേണ്ട, അതും വേണ്ടാന്ന് പറയരുത് എന്ന് പറയുന്നതിൽ ന്യായമല്ല. ഇതില് ഇതേ പ്രശ്നം ഇപ്പൊ ഈ പറയുന്ന വലിയ കോൺസെപ്റ്റിലേക്ക് സമൂഹം എത്താത്തിടത്തും കൊണ്ട് തന്നെ എഴുത്തിന്റെ ലോകവും ഏതാണ്ട് ചേച്ചി പറഞ്ഞ പോലെ ഒരു ചക്ക കുഴഞ്ഞ അവസ്ഥയിലാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞു ശരീരമല്ലാത്ത സ്ത്രീയെ സ്ത്രീയായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നു. എഴുത്തുകാരിൽ തന്നെ ഈ ശരീരത്തെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകളെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എഴുതി പോകുന്നു. അപ്പോഴും സമൂഹത്തിന് യഥാർത്ഥത്തിൽ സ്ത്രീ ഏതാണെന്ന്, ആരാണ് സ്ത്രീ എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഈ പറയുന്ന തിയറിയും വായിക്കുന്ന കഥകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കവിതകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്ത്രീ രൂപവും തമ്മിൽ ഒരിക്കലും ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ പലപ്പോഴും പിന്നെ എഴുത്തില് വളരെ ലൈറ്റായിട്ട് എഴുതുക, പല കാര്യങ്ങളും, അതായത് പിന്നെ ശരീരം എന്ന് പറയുന്നതിൻ്റെ വൈൽഡ്നെസ്സിനെ കുറിച്ച് സ്ത്രീ എഴുതുമ്പോഴത്തേക്കും അതിനെ ഒരു പക്ഷെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, സ്ത്രീകൾ അതിനെ എഴുതാൻ തയ്യാറാവാതിരിക്കുക. അത് ഏറ്റവും ഒരു 100 പേരെടുത്താൽ അതിൽ 97 പേരും ഇങ്ങനെ എഴുതാൻ തയ്യാറാവാത്തവരാണ് പല കാരണങ്ങൾ കൊണ്ട്. അവിടെയും ഈ സമൂഹത്തിന്റെ നോഷൻ ഉണ്ട് സ്ത്രീ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പൊ കാലത്ത് നമ്മൾ വളരെ പഴയ കാലത്ത് സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞതാണ് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഏറെക്കുറെ പാലിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പുതിയ കാലഘട്ടങ്ങളിൽ സ്ത്രീ ഇങ്ങനെയല്ല, സ്ത്രീക്ക് മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ പലപ്പോഴും മനസ്സിലാക്കാനൊക്കെ തന്നെ എന്ത് ചെയ്യുന്നില്ല. ഒന്നുകിൽ നമ്മൾ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് തയ്യാറാണ്. അത് എല്ലാ മേഖലയിലും ഉണ്ട്. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം മുതൽ ഈ സമൂഹത്തിലെ എഴുത്തില്, പിന്നീട് നമ്മുടെ കാഴ്ചകളിൽ ഒക്കെ തന്നെ ഒക്കെ തന്നെ ഈ ഒരു പൊരുത്തമില്ലായ്മ കാരണം നേരത്തെ പറഞ്ഞു വെച്ചതാണ് സ്ത്രീ എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ഈ പാട്ട് കേട്ട് വളരുന്ന കാരണം അതല്ല എന്നങ്ങനെ ശരീരമില്ലാത്ത ചിന്തിക്കുന്ന സ്ത്രീയെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ 6 മണിക്ക് തിരിച്ചെത്തണം എന്ന് പറയുന്നത് സ്ത്രീയുടെ, ചേച്ചി നേരത്തെ പറഞ്ഞു, എവിടെയാണെങ്കിലും ഹാപ്പിനെസ് ആണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം, അതാണായാലും പെണ്ണായാലും. പക്ഷെ സ്ത്രീയുടെ ഹാപ്പിനെസ്സിനെ കുറിച്ചല്ല ലോകം കൺസേൺഡ്. ദേ ആർ കൺസേൺഡ് അബൌട്ട് ദെയർ ബോഡി. ആ ബോഡി എന്ത് ചെയ്യുക, സംരക്ഷിക്കുക, ആരും തൊടാതെ തൊട്ടു നോക്കാതെ സൂക്ഷിച്ച്, കാക്കയെടുക്കാതെ പൂച്ചയെടുക്കാതെ എത്ര സൗകര്യപ്രദമായി അതിനെ വീട്ടിൽ വെക്കാമോ അല്ലെങ്കിൽ പുറത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരാമോ, അതിനുള്ള പോളിസീസും അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്. എത്രമാത്രം സന്തോഷമായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ശ്രീമയുടെ സന്തോഷം എന്ന് പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കിനിയും ഒരുപാട് മാറ്റം, ആ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടായാലേ എഴുത്തിന്റെ തലത്തില് നമ്മൾ ഈ പറഞ്ഞ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാനും റിഫ്ലക്ട് ചെയ്യാനും പറ്റുള്ളൂ.